നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISL ആരംഭിക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം. സെപ്റ്റംബർ 13-നാണ് ISL ആരംഭിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് ഒക്കെ പൂർത്തിയാക്കിയ ഈ ഒരു ഘട്ടത്തിൽ കളിക്കളത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയേക്കാവുന്ന ഒരു 11 നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലൈനപ്പ്, മാർക്കറ്റ് വാല്യൂ ഒക്കെ വെച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലൈനപ്പാണ്. അതൊരു മികച്ച ലൈനപ്പ് തന്നെയാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുക. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ്, അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ അവർ കണക്കാക്കിയിരിക്കുന്നത് 1 കോടിയാണ്. ദെൻ ഡിഫൻസിൽ കോയഫ് ഉണ്ട്, അതുപോലെ പ്രീതമുണ്ട്. കോയഫിൻ്റെ മാർക്കറ്റ് വാല്യൂ അവർ കണക്കാക്കുന്ന 2.4 കോടിയും പ്രീതത്തിൻ്റേത് അവർ കണക്കാക്കുന്ന 1.8 കോടിയുമാണ്. ദെൻ ഇടതുപാർശ്വത്തിൽ ഐബൻ ബൈ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്ന 1.4 കോടിയാണെങ്കിൽ വലതുപാർശ്വത്തിൽ പ്രബീറാണ്, 1.2 കോടിയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നത്. മധ്യനിരയിൽ വിപിനും ഡാനിഷും ഉണ്ട്. വിപിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നത് 2.2 കോടിയാണെങ്കിൽ ഡാനിഷിൻ്റെത് 1.6 കോടി ഇന്ത്യൻ രൂപയാണ്. പിന്നെ മധ്യനിരയിൽ തന്നെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അഡ്രിയാൻ ലൂണ, അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 6.4 കോടി ഇന്ത്യൻ രൂപ. മുന്നേറ്റത്തിന് ഇരു പാർശ്വങ്ങളിലായിട്ട് നോഹ് സദോയി ഉണ്ട്, ഒപ്പം രാഹുൽ KP ഉണ്ട്. നോഹിൻ്റെ മാർക്കറ്റ് വാല്യൂ 5.2 കോടി, രാഹുലിൻ്റെത് 1.6 കോടി. പിന്നെ ഫോർവേഡ് ആയിട്ട് ഹ്യൂമിനസ് ഉണ്ട്. ഹ്യൂമിനസിൻ്റെ മാർക്കറ്റ് വാല്യൂ 7.2 കോടിയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ടോട്ടൽ 11 മാർക്കറ്റ് വാല്യൂ 32 കോടി ഇന്ത്യൻ രൂപ. വളരെ പെട്ടെന്ന് ഒന്നുകൂടി പറഞ്ഞാൽ, ഗോൾ കീപ്പറായിട്ട് സച്ചിൻ, ഡിഫൻസിൽ സെൻറ്റർ ബാക്കുമാരായിട്ട് കോയഫും പ്രീതമും, ഇരുപാർശ്വങ്ങളിലായിട്ട് ഐബൻ ബൈയും പ്രബീറും, പിന്നെ മധ്യനിരയിലെ വിപിനും ഡാനിഷും അഡ്രിയാൻ ലൂണയും, മുന്നേറ്റത്തിലെ നോഹും രാഹുലും ഹ്യൂമിനസും. എന്തായാലും മോശമല്ലാത്ത ഒരു 11 തന്നെയാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കളിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് താരങ്ങളുടെ ഫിറ്റ്നസ്സും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് കോച്ച് 11 തിരഞ്ഞെടുക്കും, അവതരിപ്പിക്കും. എന്തായാലും മികച്ച രൂപത്തിലൊരു പെർഫോമൻസ് നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.